ഇന്നലെ നേരെ PT-7 എന്ന ആനയെ സംരക്ഷിച്ചിരുന്ന സ്ഥലത്ത് നിന്ന് വീട്ടിലേക്ക് പോകുന്ന വഴി ഒരു കൊക്കോ തോട്ടമൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ നേരെ ഒട്ടകപ്പക്ഷിയുടെ മുമ്പിൽ എത്തിയത്. കേരളത്തിലെ പ്രശസ്തമായ MBA കോളേജുകളിൽ ഒന്നാണ് ധോണിയിലെ ലീഡ്സ് കോളേജ്. അവിടെയാണ് ഒട്ടകപ്പക്ഷിനെയും യമുനെയൊക്കെ വളർത്തുന്നത്. ഇതൊക്കെ ധോണിയിൽ വരുന്ന ആർക്ക് വേണമെങ്കിലും കാണാട്ടോ. എന്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് ഒട്ടകപ്പക്ഷിനെ കാണുന്നത്. ഈ കാണുന്നത് മെയിലും മറ്റേത് ഫീമെയിലും ആണെന്നാണ് തോന്നുന്നത്. എന്തായാലും വീട്ടിൽ പോകാൻ വേണ്ടി നമ്മൾ വണ്ടി എടുത്ത്. ഇതാണ് കേട്ടോ ധോണി ഫാം. കേരളത്തിലെ അറിയപ്പെടുന്ന വലിയ ഫാമുകളിൽ ഒരു ഫാം ധോണി ഫാമാണ്. നിരവധി പശുക്കളും ആടുകളും ഒക്കെ ഇവിടെയുണ്ട്. കേരളത്തിലെ എല്ലാ ജില്ലകളിലേക്കും പശുക്കളുടെയും ആടുകളുടെയും സേവനം എത്തിക്കുന്നത് ഇവിടുന്നാണ്. എന്തായാലും വന്ന വഴി വീട്ടിൽ പോവാതെ വേറെ വഴി നമ്മൾ വീട്ടിൽ പോകാൻ തീരുമാനിച്ചു. കാരണം കാണാത്ത കാഴ്ചകളൊക്കെ നിങ്ങളെ കാണിക്കണല്ലോ. ഇതാണ് അക്വഡേറ്റ് പാലം. ഇതിന്റെ അടിയിൽ കൂടെ വലിയൊരു കനാൽ ഒഴുകുന്നുണ്ട് കേട്ടോ. ഈ പാലത്തിന്റെ അടിയിൽ കൂടെ ഒഴുകുന്നത് നല്ലൊരു അരുവിയാണ്. കാണാൻ ഇതും നല്ലൊരു കാഴ്ച തന്നെയാണ്. ഇപ്പൊ കാണുന്നത് മലമ്പുഴ ഡാമിൽ നിന്ന് തുറന്നു വിടുന്ന കനാൽ വെള്ളം. ഇത് വേനൽക്കാലത്ത് കർഷകർക്ക് കൃഷി ചെയ്യാൻ ഉപകാരപ്രദമാണ്. അങ്ങനെ പോണ വഴി കാട്ടിലൊരു സൗണ്ട് കേട്ടിട്ട് നോക്കിയപ്പോഴാണ് കുറച്ച് മനുഷ്യന്മാർ വിറക് കയറ്റി കന്നുകാലിയും കൊണ്ട് വീട്ടിലേക്ക് പോവാണ്. കാട്ടിലൂടെയുള്ള ഈ യാത്ര കുറച്ച് ഡേഞ്ചർ ആണെങ്കിലും ശീലമായവർക്ക് അതൊരു സാധാരണപ്പെട്ട കാര്യമാണ്. എന്തായാലും മനോഹരമായ കനാൽ വഴി കൂടെ നമ്മളിങ്ങനെ വണ്ടിയെടുത്ത് പോകുമ്പോൾ മലയണ്ണാൻ എന്തോ ഒരു ഇലയും പിടിച്ച് ഇങ്ങനെ തിന്നോണ്ടിരിക്കുക. നീ എത്ര വേണേ ഫോട്ടോ എടുത്തോ എന്നാണ് അവന്റെ ഭാവം. അങ്ങനെ നമ്മൾ നമ്മുടെ മനോഹരമായ ഗ്രാമത്തിലെത്തി. മൊത്തം കോടമഞ്ഞ് മൂടിയിരിക്കുന്ന പോലെയാണ് ഇന്നലത്തെ പാലക്കാടിന്റെ അവസ്ഥ. ഇന്നലെ ഒരുപാട് വെളിക്ക് ഇറങ്ങാതെ തണുത്ത് വിറച്ച് കടന്നുറങ്ങിയവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യട്ടാ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഫോളോ ചെയ്ത് കൂടെ കൂടിക്കോ. നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വരാട്ടാ.